ജാവയുടെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്നുള്ള ടോപ്പിക് എടുക്കാം. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഓടിച്ചൊന്ന് റൺ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ സെക്കൻഡ് മോഡിലാണ് ശരിക്കും ഇത് ഈ ടോപ്പിക് വരുന്നത്. ഒന്നുകൂടി എടുത്ത് കാണിച്ചുതരാം. കാരണം കാര്യമായിട്ട് തിയറി ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒരു 2 പോയിന്റ് അത്ര പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളൊരു പ്രോഗ്രാം വെച്ചിട്ട് വേണം എക്സാമിനൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്നുള്ള ഒരു ഫീച്ചർ എന്നുണ്ടെങ്കിൽ ജാവയിൽ ഇൻപുട്ട് ചെയ്യണത് സിന്റാക്സ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സിയാട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിയുടെ അത്ര സിമ്പിൾ അല്ല. അപ്പൊ ജാവയിൽ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്നുള്ളത്. എന്തെങ്കിലും 2 നമ്പർ ആഡ് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ ഉള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ടൈപ്പിൽ നമുക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിന്റാക്സ് കുറച്ച് സിമ്പിൾ ആണ്. പക്ഷെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനൊരു പ്രോഗ്രാം കാണിച്ചു തരാം. ഈ പ്രോഗ്രാമില് സാധാരണ ഒരു പ്രോഗ്രാമാണ്. P1 എന്നുള്ള ക്ലാസ് നെയിം P1 എന്ന് കൊടുത്ത് സിയിലെ പോലെ ജാവയില് മെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ജാവയിലെ മെയിനിന്റെ സിന്റാക്സ് ആണ്, അല്ലെങ്കിൽ ആ മെയിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ മെയിനിലുള്ള ഈ ഓരോ കീവേഡ് ഒക്കെ അടുത്ത മോഡിലൊക്കെ പഠിക്കാൻ ഈ സിലബസിൽ വരുന്നുണ്ട്. പബ്ലിക്കിന്റെ യൂസ് എന്താണ്, സ്റ്റാറ്റിക് കൊടുക്കാനുള്ള കാരണം എന്താണ്, വോയിഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഫംഗ്ഷനിൽ നിന്ന് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോയിഡ് കൊടുക്കണം. റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ഇപ്പൊ മെയിനുള്ള ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ വോയിഡ് കൊടുത്ത്. പിന്നെ മെയിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ഒരു അര വേണം എന്നുള്ളതാണ്. സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അരയാണ് വേണ്ടത്, അല്ലെങ്കിൽ അരയെന്ന് മനസ്സിലായി. ഇപ്പൊ ആർക്സ് എന്നുള്ളത് അരയുടെ നെയിം. ആർക്സ് എന്നുള്ള വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആർക്സ് എന്നുള്ള വേരിയബിൾ നെയിമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ്റെ സിന്റാക്സ് അനുസരിച്ച് മെയിൻ്റെ ആർഗ്യുമെന്റ് എന്നുണ്ടെങ്കിൽ ഒരു അരയായിരിക്കണം, പക്ഷെ അരയുടെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കണം. അരയിൽ കുറെ വേർഡ്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ആർക്സ് എന്നുള്ള അരയിൽ കമാൻഡിൽ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ കുറെ വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ അരയുടെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് കൊടുക്കും. നമ്മൾ റൺ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യണം എന്ന് വിചാരിക്കാം. ഞാനിപ്പോ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് ഫയലില് സേവ് ആസ് പറഞ്ഞിട്ട് ഞാനിപ്പോ സേവ് ചെയ്തിരിക്കണ ലൊക്കേഷൻ കാണിച്ചത് ഇപ്പൊ ഡി ഡ്രൈവില് ജാവ PGM എന്നുള്ള ഫോൾഡറിനുള്ളിലാണ് ഞാൻ പോയി സേവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഡി ഡ്രൈവില് ജാവ PGM എന്നുള്ള ഫോൾഡറിനുള്ളിൽ P1.java എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഫയൽ എടുക്കുക, സേവ് ആസ് കൊടുക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് P1.java. ഏത് ലൊക്കേഷനാണെന്ന് വെച്ചാൽ ആ ഫോൾഡർ സെറ്റ് ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം നെയിം.java സേവ് ചെയ്യാം. പ്രോഗ്രാം നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ മെയിൻ ഏത് ക്ലാസ്സിന്റെ ഉള്ളിലാണെന്ന് നോക്കുക. മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഏത് ക്ലാസ്സിന്റെ ഉള്ളിലാണെന്ന് നോക്കുക. P1 എന്നുള്ള ക്ലാസ്സിന്റെ ഉള്ളിലാണ് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ സേവ് ചെയ്യുമ്പോൾ ആ ക്ലാസ് നെയിം വെച്ചിട്ട് തന്നെ സേവ് ചെയ്യുക. അതായത് P1.java എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. ആണെങ്കിൽ ചിലപ്പോൾ ഈ പ്രോഗ്രാമിൽ P2 എന്നുള്ള ക്ലാസ് ഉണ്ടാവും, P3 എന്നുള്ള ക്ലാസ് ഉണ്ടാവും. പക്ഷെ ഒരു പ്രൊജക്റ്റിൽ ഒരു പ്രോഗ്രാമിൽ ഒരു മെയിൻ ഉണ്ടാവുള്ളൂ. ആ മെയിൻ ഏത് ക്ലാസ്സിന് മെമ്പർ ആയിട്ടാണ് വരുന്നത് ആ ക്ലാസ് നെയിം വെച്ചിട്ട് തന്നെ വേണം ജാവ പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത്. എക്സ്റ്റൻഷൻ .java കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഡീഫോൾട്ട് ടൈപ്പ് എന്നുള്ള .txt
അതിന് ഡീഫോൾട്ട് കിടക്കുന്നുണ്ടാവും. അത് മാറ്റിയിട്ട് ഓൾ ഫയൽസ് എന്നുള്ള കൊടുക്കുക. സേവ് ചെയ്യണ പ്രോജക്റ്റിന്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ജാവ ആയിരിക്കണം, അത് മാറിപ്പോരുത്. അല്ലെങ്കിൽ ഡോട്ട് ജാവ ഡോട്ട് ടി എസ് ടി ഒന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ ഡോട്ട് ജാവ ഡോട്ട് ഡോക്ക് ഒന്നും വരാൻ പാടില്ല. എക്സ്റ്റൻഷൻ ഫയൽ എന്ത് ചെയ്യണത് ഡോട്ട് ജാവ വെച്ചിട്ടായിരിക്കണം. അത് സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞ് കമ്പൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോസ് പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഏത് ഫോൾഡറിലാണ് പ്രോഗ്രാം സേവ് ചെയ്തിട്ട് ആ ഫോൾഡറിനുള്ളിലോട്ട് വരിക. ഞാനിപ്പോ ഡോസ് പ്രോംപ്റ്റില് ഡിയില് ജാവ പി ജി എം പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. കോപ്പി കാണിച്ചുതരാം. ഡോസ് പ്രോംപ്റ്റ് എടുത്തിട്ട് ഈ ജാവ പി ജി എം എന്നുള്ള പാത്തിൽ വരിക. ഫോൾഡറിനുള്ളിൽ വന്നിട്ട് ജാവ സി പ്രോഗ്രാം നെയിം അത് P1 ഡോട്ട് ജാവ നമുക്ക് കമ്പൈൽ ചെയ്യാം. എറർ ഉണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്ത് വരും, എറർ ഇല്ല നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്യാനുള്ള കമാൻഡ് ശരിക്കും ജാവ P1 ജാവ ക്ലാസ് നെയിം എന്നുള്ളതാണ്. ജാവ പ്രോഗ്രാം നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഉണ്ടാവും. പക്ഷെ ഇൻപുട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കണമെന്ന് വിചാരിക്കാം. ഈ കമാൻഡ് ലൈൻ എന്നുള്ള ടൈപ്പിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ കമാൻഡുകൾ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ജാവ P1 എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യണത് കമാൻഡ് ചെയ്യണ ലൈൻ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് ജാവ പ്രോഗ്രാം നെയിം ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്ത് എൻ്റർ ചെയ്യുക. റൺ ചെയ്യാൻ പറയുന്നതും ഇൻപുട്ട് ചെയ്യുന്നതും ആ സിംഗിൾ ലൈനിൽ തന്നെ ആയിരിക്കും. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്ന് പറയാനാണ്. ആർഗ്യുമെന്റ്സ് എല്ലാം റൺ ചെയ്യാനുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ ഡിസഡ്വാൻറ്റേജ് സാധാരണ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റർ ദി വാല്യൂ ഓഫ് എൻ അല്ലെങ്കിൽ എൻ്റർ ദി വാല്യൂ ഓഫ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടായി നമ്മൾ ഇൻപുട്ട് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ മെസ്സേജ് ഒന്നും വരില്ല. അവിടെ പ്രോഗ്രാം റൺ ചെയ്യാൻ അല്ലെങ്കിൽ റൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റൺ ചെയ്യാൻ പറഞ്ഞതിനൊപ്പം തന്നെ നമ്മൾ ഇൻപുട്ടും കൂടി പാസ് ചെയ്യണം. പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ 23 34 ഞാൻ ഇൻപുട്ട് ചെയ്തിരുന്നത്. രണ്ട് നമ്പറും വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി ഇൻപുട്ട് ചെയ്യാം. അതിൽ നിന്നുള്ളൊരു വേർഡ് എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ 3 ഇൻപുട്സ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാസ് ചെയ്യണ ഇൻപുട്ട് നമ്മൾ പാസ് ചെയ്യണ ഇൻപുട്ട് ശരിക്കും ഈ ആർക്സ് എന്നുള്ള അരയിലായിരിക്കും സ്റ്റോർ ചെയ്യണത്. ഈ ആർക്സ് 0-ല് ഫസ്റ്റ് ഇൻപുട്ട് അതായത് 23 സ്റ്റോർ ആകും. ആരുടെ സെക്കൻഡ് പൊസിഷൻ ആർക്സ് 1-ല് നമ്മുടെ സെക്കൻഡ് ഇൻപുട്ട് അത് 34 സ്റ്റോർ ആകും. ആർക്സ് 2-ല് തേർഡ് ഇൻപുട്ട് അതായത് അതിൽ നിന്നുള്ള വേർഡ് സ്റ്റോർ ആകും. അങ്ങനെ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നു ആ ഇൻപുട്സ് എല്ലാം ഈ ആർക്സ് എന്നുള്ള അരയിൽ ഓട്ടോമാറ്റിക് സ്റ്റോർ ആകും. നമ്മൾക്ക് പ്രോഗ്രാം വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യണം ഫസ്റ്റ് 2 നമ്പറിന്റെ സം ഫൈൻഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. പിന്നെ ഇപ്പോൾ പ്രത്യേകത വെച്ചാൽ ഈ ആർക്സിൽ എല്ലാം സ്ട്രിങ് ആയിട്ട് അല്ലെങ്കിൽ വേർഡ് പോലെ സ്റ്റോർ ആവുള്ളൂ. 20 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും 20 എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ 2ഉം 3ഉം കൂടി ചേർന്ന ഒരു വേർഡ് എന്നുള്ള രീതിയിൽ ജാവ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം സ്ട്രിങ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരി ആ വേർഡിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഞാനിവിടെ ലിസ്റ്റ് ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റലിനെ യു എൻഡേഡ് പ്ലസ് ആർക്ക് 0 എന്ന് കൊടുത്ത് പ്ലസ് ഇവിടെ യൂസ് ചെയ്യുന്ന ശരിക്കും നമുക്ക് ഓരോട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ സ്ക്രീനിൽ യു എൻഡേഡ് 23 ഇൻപുട്ട് ചെയ്യുന്നത് 23 എന്നുള്ളത് ഔട്ട്പുട്ടിൽ വരും. ഡോസ്പ്രോമിൽ തന്നെ ഔട്ട്പുട്ട് യു എൻഡേഡ്
23 എന്നുള്ളത് സ്ക്രീനിൽ വന്നു. പിന്നെ അടുത്ത ഡിസ്പ്ലേ സെക്കൻഡ് നമ്പർ യു എൻറ്റേഡ് R1 34. അപ്പൊ യു എൻറ്റേഡ് 34 എന്നുള്ളതും സ്ക്രീനിൽ വരും. ഞാൻ 23യും 34ഉം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ആ വേർഡിനെ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ജാവയിൽ ഒരു ബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്, അത് കടന്നു പഠിച്ചിരിക്കുക. ഇന്റിജർ ഡോട്ട് പാർസ് ഉണ്ട്. കാരണം ഇന്റിജർ എന്നുള്ള ബിൽറ്റിൻ ഒരു ക്ലാസ് ഉണ്ട്. ഒരു ക്ലാസ് ജാവ കമ്പനിക്കാരൻ ഡെവലപ്പ് ചെയ്ത ഒരു ക്ലാസ് ആണ് ഇന്റിജർ എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ പാർട്സിൻ്റെ എന്നുള്ള മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്, ബിൽറ്റിനായിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഒരു വേർഡ് അല്ലെങ്കിൽ സ്ട്രിങ് ആദ്യം കൊടുത്താൽ ആ സ്ട്രിങ്ങിനെ കറസ്പോണ്ടിങ് നമ്പറിലോട്ട് അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റിജറിലോട്ട് മാറ്റി തരും. അപ്പൊ വന്നിക്കണത് ഇങ്ങനെ വന്നിക്കണത് ഇങ്ങനെ ഡബിൾ കോട്സിനുള്ളിൽ ഇങ്ങനെയാണ് ശരിക്കും വന്നിക്കണത്. 23 എന്റെ ഇപ്പൊ ആർസിയുടെ വാല്യൂ സ്ട്രിങ് 23 ആണ്. ആ 23നെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എക്സിലോട്ട് അസൈൻ ചെയ്യും. എക്സിന്റെ വാല്യൂ എസ് എന്നുള്ള ഇന്റിജർ വേരിയബിൾ ആണ്. എക്സിൽ നമ്പർ 23 വരും, വൈയില് നമ്പർ 34 വരും. 23 34 കൂടി ആഡ് ചെയ്യും. സ്ക്രീനില് സം ഈസ് എന്ന് വന്നിട്ട് റിസൾട്ട് 57 ഡിസ്പ്ലേ ചെയ്തു. ഞാനിവിടെ ഒരു അനിൽ എന്നുള്ളത് തേർഡ് ഇൻപുട്ട് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തേർഡ് ഇൻപുട്ട് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അനിൽ എന്നുള്ളത് ഈ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടില്ല. കാരണം ആർക്സ് 2-ലാണ് അനിൽ എന്നുള്ള വന്നിട്ടുള്ളത്. ആർക്സ് 2 ഈ പ്രോഗ്രാമിൽ ഒരിടത്തും യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സ്ക്രീനിലൊന്നും വരുന്നില്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ വേണമെന്നില്ല, ആവശ്യമനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ എത്ര ഇൻപുട്ട് പാസ് ചെയ്ത് വെച്ചിട്ട് ആ പാസ് ചെയ്യുന്ന ഇൻപുട്ട് മുഴുവൻ പ്രോഗ്രാം യൂസ് ചെയ്യണമെന്നില്ല. അത് യൂസ് ചെയ്യാനായിട്ടുള്ള ആർക്സ് 2 3 4 ഏതാണെന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്സ് 2 സ്ക്രീനിൽ വരും. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുള്ളൂ, അതിന് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഞാൻ അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പഠിച്ചു വെക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ഹലോ അല്ലെങ്കിൽ വെച്ചിരിക്കുക. അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് വെച്ചാൽ 2 നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളത്. 2 നമ്പർ ആഡ് ചെയ്യുന്ന ചിലപ്പോൾ എക്സാം മൾട്ടിപ്ലൈ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴും എങ്ങനെയാണ് ഇൻപുട്ട് പാസ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് നോക്കും. എന്നിട്ട് പ്രോഗ്രാമിൽ ഈ ആർക്സ് എന്നുള്ള അരയുടെ വാല്യൂ എടുത്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യും. ആർക്സ് കൂടിയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഇൻപുട്ട് വരുന്നതെന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യണത്. പിന്നെ ചെക്ക് ചെയ്യണം മാർക്ക് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യണത് നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ആ റൺ ചെയ്യണ കമാൻഡ് എഴുതിയിട്ടുണ്ടാവണം. ആ റൺ ചെയ്യുമ്പോൾ തന്നെ ഇൻപുട്ട് പാസ് ചെയ്യണ പോലെ കാണിച്ചിട്ടുണ്ടാവണം. ഈ 2 പോയിന്റാണ് ഈ മാർക്ക് കിട്ടാൻ വേണ്ടി മാർക്കിടെ ചെക്ക് ചെയ്യാറുള്ളത്. സാമ്പിൾ പ്രോഗ്രാമാണ്. സാമ്പിൾ പ്രോഗ്രാമിൽ ആർക്സ് 0 ആർക്സ് 1 യൂസ് ചെയ്തിട്ടുള്ള പോലെ കാണിച്ചിട്ടുണ്ടാണ്. ഇൻപുട്ട് ചെയ്യണത് കാണിച്ചിട്ടുണ്ടാണ്. ഇപ്പൊ ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ചെയ്യും ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഇൻപുട്ട് എല്ലാം പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കണം, അല്ല പ്രോഗ്രാം റൺ ചെയ്യാൻ പറയുമ്പോൾ തന്നെ കൊടുക്കണം. കാരണം അങ്ങനെ ആയിരിക്കില്ല. ഇതിന്റെ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇടക്കിടക്കൊക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടി വരും. പ്രോഗ്രാം റൺ കുറച്ച് റൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ സിന്റാക്സ് സിമ്പിൾ ആയിട്ടുള്ളത് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായിട്ടുള്ള മനസ്സിലായെന്ന് പറയുക.
ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് പിന്നെ അടുത്തൊരു ടോപ്പിക് ഉണ്ട്. അടുത്ത ടോപ്പിക് വേരിയബിൾ ആർഗ്യുമെന്റ്സ് ജാവ എന്നൊരു ടോപ്പിക് ഉണ്ട്. വേരിയബിൾ ആർഗ്യുമെന്റ്സ് നമുക്ക് ഏകദേശം നമ്മൾ ഗസ് ചെയ്യാം. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലോട്ട് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ആയിട്ട് പാസ് ചെയ്യണതിന് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ വേരിയബിൾ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ വാർ ആർഗ്സ് എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കാം. രണ്ട് രീതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. സാധാരണ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഇൻഡ് ആഡ് ഇൻഡെക്സ് ഇൻഡ് വൈ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ മിക്കവാറും ചെയ്യണത് ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ സം ചിലപ്പോൾ റിട്ടേൺ ചെയ്യും. ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ 2 ആർഗ്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ 2 ഇൻപുട്സ് ആണ് എടുക്കുന്നത്. നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആഡ് 2,3 പറഞ്ഞ് കോൾ ചെയ്യും, അല്ല ആഡ് 5,8 എന്നൊക്കെ പറഞ്ഞ് കോൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആ കോളയുടെ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അതിന്റെ വേരിയബിളിലോട്ടൊക്കെ അസൈൻ ചെയ്യും. അതാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഈ ആഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ള 2 ആർഗ്യുമെന്റ്സ് വെച്ചായതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ 2 ആർഗ്യുമെന്റ്സ് തന്നെ പാസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വേറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ആഡ് തന്നെ വീണ്ടും ഡിഫൈൻ ചെയ്യാം. ഓവർലോഡിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന്റെ കൗണ്ട് വേരി ചെയ്യും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പ് വേരി ചെയ്യും. അങ്ങനെ സിറ്റുവേഷനിൽ ആ തേർഡ് വേരിയബിളും കൂടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ ആഡ് എന്നുള്ളത് വീണ്ടും കോൾ ചെയ്യുമ്പോൾ 3 ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ 3 ഇൻപുട്സ് വെച്ചിട്ടും കോൾ ചെയ്യാം. ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ 2 ആർഗ്യുമെന്റ്സ് വെച്ചിട്ടും കോൾ ചെയ്യാം, 3 ആർഗ്യുമെന്റ്സ് വെച്ചിട്ടും കോൾ ചെയ്യാം. അപ്പൊ നമുക്ക് 4 ആർഗ്യുമെന്റ് 4 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 4 ആർഗ്യുമെന്റ്സ് വെച്ചുള്ള വേറെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 5 ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ആർഗ്യുമെന്റ്സ് ഉള്ള ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ആർഗ്യുമെന്റ്സിന്റെ കൗണ്ട് വേരി ചെയ്യണ ഡിഫൈൻ ചെയ്തിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. പക്ഷെ
നമുക്ക് ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷനിലോട്ട് എത്ര ആർഗ്യുമെന്റ്സ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഉറപ്പില്ലെന്ന് വിചാരിക്കാം. കാരണം ഞാനിവിടെ ഇപ്പൊ പ്രോഗ്രാമിൽ ഇങ്ങനെ 3 ആർഗ്യുമെന്റ്സും 2 ആർഗ്യുമെന്റ്സും കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്തെന്ന് അറിയാം. ആഡ് എന്നുള്ള ഫംഗ്ഷൻ 2 ആർഗ്യുമെന്റ്സിന്റെ സം ഫൈൻഡ് ചെയ്യാനുണ്ട്, ആഡ് എന്നുള്ള ഫംഗ്ഷൻ 3 ആർഗ്യുമെന്റ്സിന്റെ ഫംഗ്ഷൻ സം ഫൈൻഡ് ചെയ്യാനുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കോഡ് എഴുതുമ്പോൾ തന്നെ എനിക്ക് ഈ ആർഗ്യുമെന്റ്സ് കോമിട്ട് എഴുതാൻ പറ്റും. ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എനിക്ക് അറിയാൻ പാടില്ലെന്ന് വിചാരിക്കും, എത്ര ഇൻപുട്സ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള അറിയാൻ പാടില്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ജാവയിൽ വേറെ ഫീച്ചർ ഉണ്ട്, ആണ് വേരിയബിൾ ആർഗ്യുമെന്റ്സ് എന്നുള്ളത്. അത് വെച്ച് ചെയ്യാം. അപ്പൊ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കുക, ഡോട്ട് 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 3 ഡോട്ട്സ് കൊടുക്കുക, ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, ഏതെന്നുള്ള വേരിയബിൾ നെയിം കൊടുക്കുന്ന കാര്യം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആഡ് കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കോൾ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ടൈപ്പ് രീതിയിലും കോൾ ചെയ്യാം. ഇവിടെ ഫംഗ്ഷന്റെ ബോർഡിൽ കുറച്ച് മാറ്റം വരും, പറഞ്ഞുതരാം. ഞാൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, ഇവിടെ ചെയ്യാനുള്ള കോഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോഡൊക്കെ ടൈപ്പ് ചെയ്യുന്നു. ഈ ആഡ് എന്നുള്ള ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാൻ ഡാറ്റ ടൈപ്പ് 3 ഡോട്ട്സ് ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യുമ്പോൾ 5ഉം 8ഉം പാസ് ചെയ്ത് കോൾ ചെയ്ത്, വേറെ സിറ്റുവേഷനിൽ 2ഉം 3ഉം 4ഉം പാസ് ചെയ്ത് കോൾ ചെയ്ത്, വേറെ സിറ്റുവേഷനിൽ 3 4 5 4 ആർഗ്യുമെന്റ്സ് വെച്ച്, വേറെ സമയത്ത് 5 ആർഗ്യുമെന്റ്സ് വെച്ചൊക്കെ എനിക്ക് കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന്റെ കൗണ്ട് വേരി ചെയ്യുന്നുണ്ട്. സംഭവിക്കുന്നത് വെച്ചാല് ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എ എന്നുള്ളത് ഒരു അരയിട്ട് ഓട്ടോമാറ്റിക് മാറും. ഈ ഫസ്റ്റ് കേസ് വിചാരിക്കാം, ആഡ് 5 8 എന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ A0 ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ A0യുടെ വാല്യൂ 5 ആയിട്ട് മാറും, A1ന്റെ വാല്യൂ 8 ആയിട്ട് മാറും. ഈ ഫസ്റ്റ് രീതിയിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോകുമ്പോൾ ഇതിന്റെ ബോഡിയിൽ ഓട്ടോമാറ്റിക് സംഭവിക്കുന്നത് A0യുടെ വാല്യൂ 5ഉം A1ന്റെ വാല്യൂ 8ഉം ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്ക് നമ്മൾ അതിന് സം ഫൈൻഡ് ചെയ്യാനുള്ള കോഡ് വല്ല ഫോർ ലൂപ്പൊക്കെ ഇട്ടിട്ട് സം ഫൈൻഡ് ചെയ്യാനുള്ള കോഡ് കൊടുക്കുക. സം ഫൈൻഡ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഒക്കെ വേരി ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫോർ ലൂപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഏതൊന്നും ഫോർ ലൂപ്പൊക്കെ ഇട്ട് അനുസരിച്ച് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ലോജിക്ക് എങ്ങനെ സം ഫൈൻഡ് ചെയ്യാന്നുള്ള ലോജിക്കിനല്ല ഇമ്പോർട്ടൻസ്, ഈ സിൻടാക്സിനാണ് ഇമ്പോർട്ടന്റ്. അതേപോലെ നമ്മൾ സെക്കൻഡ് കേസിൽ കോൾ ചെയ്തിരിക്കുക ആഡ് 2 3 4 അല്ലെങ്കിൽ ആഡ് ഈ തേർഡ് കേസ് കോൾ ചെയ്തിരിക്കുക ആഡ് 3 4 5 6 കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3ഉം 4ഉം 5ഉം 6ഉം ഈ എ എന്നുള്ള അരയിൽ അല്ലെങ്കിൽ ആർഗ്യുമെന്റിൽ ഒന്ന് സ്റ്റോർ ആവും. A0 3 സ്റ്റോർ ആകും, A1 4 സ്റ്റോർ ആകും, A2 5, A3 6 സ്റ്റോർ ആകും. ഓട്ടോമാറ്റിക് വന്നോളും, സ്റ്റോർ ആണല്ലോ. എന്നിട്ട് നമ്മുടെ ഫോർ ലൂപ്പൊക്കെ ഇട്ടിട്ട് സം ഫൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ശരിക്കും ഈ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ വെച്ചിട്ട് എയില് എത്ര ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ എത്ര വാല്യൂസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അങ്ങനൊരു കാര്യം ചെയ്യുക, ഇൻറ്റ് എന്നൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുക, n എയില് ഈ ഫംഗ്ഷൻ കോഡ് ചെയ്യുന്ന സമയത്ത് എത്ര ആർഗ്യുമെന്റ്സ് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അരേ നെയിം ഡോട്ട് ലെങ്ത് കൊടുക്കുക. അപ്പൊ എയില് എത്ര ഇൻപുട്സ് ഉണ്ടെന്നുള്ള ആ ഇൻപുട്ടിന്റെ കൗണ്ട് ഉണ്ടാവും. കൗണ്ട് കിട്ടാൻ വേണ്ടി എ ഡോട്ട് ലെങ്ത് കൊടുക്കുക. എന്നിട്ട് ഫോർ ലൂപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലോജിക്ക് അനുസരിച്ച് കോഡ് ചെയ്തുക. ലോജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല.
എനിക്ക് ജസ്റ്റ് വെറുതെ കാണിക്കുന്നേ അത് പഠിച്ചില്ലെങ്കിലും അടുത്ത മോഡിലൊക്കെ നമ്മൾ പഠിച്ചാലും മതി. സം ഈക്വൽ സം പ്ലസ് എ ഓഫ് ഐ എന്നും പറഞ്ഞു കൊടുത്ത് സം ഫൈൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റ് പറയാം. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ആടുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വേരിയബിൾ ആർഗ്യുമെന്റ്സ് എന്നുള്ള ടൈപ്പിലാണ് ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ വേരിയബിൾ ആർഗ്യുമെന്റ് ടൈപ്പിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതിന്റെ സിന്റാക്സ് ഇമ്പോർട്ടന്റ് ആണ്. ആ പാസ് ചെയ്ത് വരുന്ന ആർഗ്യുമെന്റിന്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, ഇൻറ്റിന് കൊടുക്കുക, ഇതിന്റെ ഫ്ലോട്ട് സ്ട്രിംഗ് എന്തെങ്കിലുമൊക്കെ ആവാം, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് 3 ഡോട്ട്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുക. ആ വേരിയബിൾ കാര്യമായിട്ട് മാറിയിട്ടുണ്ടാവും ആദ്യം. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതനുസരിച്ച് ഏത് നമ്പേഴ്സ് വന്നോളൂ. അപ്പൊ പിന്നെ പ്രോഗ്രാം വേറെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ആഡ് 5,2 എന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ 2, 3, 4 എന്ന് കോൾ ചെയ്യാം, പിന്നെ ആഡ് 3, 4, 5, 6, 8 എന്ന് കോൾ ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ കോൾ വരണമെങ്കിലും കൺട്രോൾ വരുന്നത് ഈ ഫംഗ്ഷനിലോട്ടായിരിക്കും. ഈ ഫംഗ്ഷൻ സം ഫൈൻഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഷോർട്ട് ക്വസ്റ്റിനായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ ഒരു 3 മാർക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഒക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എഴുതിയാൽ മതി. ഒന്ന് രണ്ട് റൂൾസും കൂടി 5 മാർക്ക് ആണെങ്കിൽ ഒന്ന് രണ്ട് വേറെ റൂൾസും കൂടി ഉണ്ട്, അതും കൂടി എഴുതിയാൽ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ എന്നുള്ള ആരുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആക്കിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആർഗ്യുമെന്റ്സ് എല്ലാം ഇൻറ്റിജർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചത്. നമുക്ക് ചില സിറ്റുവേഷനിൽ ഇങ്ങനെ വരും, അതായത് ഇപ്പൊ ഒരു വേർഡും കൂടി ഇതിന്റെ കൂടെ പാസ് ചെയ്യാൻ നടത്തുന്നുണ്ടാവും. അതിൽ നിന്നുള്ള ഒരു നെയിം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയി പോയി അതിൽ നിന്നുള്ള അവിടെ ശരിയാക്കണം. നമുക്കൊരു സ്ട്രിങ് അല്ലെങ്കിൽ 14 ബൈറ്റ് ഒക്കെ പാസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രിങ് ആയിട്ട് തന്നെ ഇവിടെ കൊടുക്കും, സ്ട്രിങ് നെയിം അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇങ്ങനെ ഇവിടെ അടുത്ത് വരുമ്പോൾ ബാബുന്ന് കൊടുത്ത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഒരു വേർഡാണ്, അത് കഴിഞ്ഞിട്ട് കുറെ ഇൻറ്റിജേഴ്സ് വരണം എന്നുള്ള രീതിയിലാണ് റൂൾ സെറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 3.2 ഒരു 14 പോയിന്റ് നമ്പർ വരുന്ന വിചാരിക്കാം. 3.2 4.2 എന്നൊക്കെ പറഞ്ഞ് പാസ് ചെയ്യുന്നെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോ രണ്ടാമത് വരാൻ ചാൻസ് ഉള്ള 14 പോയിന്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഫോർട്ട് വേറെ വേരിയബിൾ പാസ് ചെയ്യുന്നതനുസരിച്ച് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വളരെ കൂടുതൽ മാർക്ക് വേണ്ടവര് ആ റൂളുകൾ പഠിച്ചിരിക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം സ്ട്രിങ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു വേർഡ് വന്നു, പിന്നെ ഒരു 14 പോയിന്റ് വന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് എത്ര ഇൻറ്റിജേഴ്സ് വേണമെങ്കിലും വരാം. അങ്ങനെ റൂൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു റൂൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്നത് ഈ 3 ഡോട്ട്സ് കൊടുക്കില്ല, അത് ഇൻറ്റിജർ കണ്ടിന്യൂസ് ആയിട്ട് വന്ന അല്ലെങ്കിൽ എന്നുള്ള ഈ ഇൻറ്റിജർ ആരെയാണ് കണ്ടിന്യൂസ് റൂൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് ലാസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ലാസ്റ്റിൽ കൊടുക്കാൻ പറ്റില്ല, ലാസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഒരു വേറൊരു വേരിയബിളും കൂടി കൊടുക്കാൻ പാടില്ല. ഈ 3 ഡോട്ട് വെച്ചിട്ട് വേരിയബിൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആരെ ഡിഫൈൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ശരിക്കും ഈ ഫംഗ്ഷന്റെ
ലാസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് വരാൻ പാടുള്ളൂ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. കുറച്ച് റൂൾസ് ഉണ്ട്. നിങ്ങൾ ആ റൂളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വിട്ടുകളയാം. ഏറ്റവും ബേസിക് അത് ആ റൂൾസ് ഞാൻ നോട്ടിൽ തരാം, പിന്നോട്ട് തരാം. അധികം സിൻറ്റാക്സ് കുറിച്ച് പഠിച്ച് കൺഫ്യൂഷൻ ആകും തോന്നുന്നുള്ളവർ ഈ ബേസിക് സിൻറ്റാക്സ് മൊത്തം പഠിക്കാം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിക്കോളും. അത്രയുള്ളൂ. സിൻറ്റാക്സ് തെറ്റിപ്പോകരുത്. വൻ ആർഗ്യുമെന്റിന് ഡാറ്റ ടൈപ്പ് 3 ഡോട്ട്സ് ഏതെങ്കിലും വേരിയബിൾ നെയിം കൊടുക്കുക. എത്ര ആർഗ്യുമെന്റ്സ് എത്ര ഇൻപുട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ഡോട്ട് ലെങ്ത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനിലോട്ട് എത്ര ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ എത്ര ഇൻപുട്സ് വന്നിട്ടുണ്ടെന്നുള്ള കൗണ്ട് ചേർക്കാൻ പറ്റും. എന്നുള്ള ആരുടെ സൈസ് കിട്ടാൻ വേണ്ടി ഡോട്ട് ലെങ്ത് കൊടുക്കുമ്പോൾ എത്ര കോൾ ചെയ്യുന്ന ടൈമിൽ എത്ര ഇൻപുട്സ് വന്നിട്ടുണ്ടെന്നുള്ള കണ്ടുപിടിക്കാം. ആ ഇൻപുട്സ് എല്ലാം എന്നുള്ള അരിയൽ ഉണ്ടാവും. അങ്ങനെ ലോജിക്ക് അനുസരിച്ച് കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എക്സാമിന് എഴുതി ഈ പ്രോഗ്രാം മുഴുവൻ എഴുതിയും സമയം കളയണമെന്നില്ല. ശരിക്കും മാർക്ക് വന്നത് മെയിനായിട്ടുള്ള പോയിന്റ്സ് ഡിഫൈൻ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും നോക്കും. പിന്നെ ഇതും എഴുതുന്ന കുറച്ച് നല്ലതായിരിക്കും. ഈ ആരെയില്ല കൗണ്ട് കൗണ്ട് കണ്ടുപിടിക്കാൻ എന്നുള്ളത് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ പോയിന്റ് കൂടെ എഴുതിയേക്കാം. ഈ സെയിം ഫംഗ്ഷൻ ഡിഫറെന്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് കോൾ ചെയ്തിരിക്കുന്ന 2 എക്സാമ്പിൾ കാണിക്കാം. അത് ടോപ്പിക് എന്ന് പറഞ്ഞാല് സെയിം ഫംഗ്ഷൻ ഡിഫറെന്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് കോൾ ചെയ്യണം ആണ് ശരിക്കും ഈ ടോപ്പിക് എന്നുള്ളത്. ആ ഡിഫറെന്റ് നമ്പർ ആർഗ്യുമെന്റ്സ് വെച്ച് കോൾ ചെയ്യുന്നതും കാണിക്കുക, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണേയും കാണിക്കുക. പിന്നെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റേ ഉള്ളൂ. ഡാറ്റ ടൈപ്പ് 3 ഡോട്ട്സ് ഏതെങ്കിലും വേരിയബിൾ നെയിം. അത് ഇങ്ങനെ ഒരു ഫീച്ചർ ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഈ 2 നമ്പർ ഇങ്ങനെ ഒരു ജാവയിൽ ഒരു ഫീച്ചർ ഇല്ല, സിയിൽ അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല. അപ്പൊ സിയിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എഴുതേണ്ട സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങളിപ്പോ ഇൻഡ് എ മഞ്ഞ് ചെയ്തു, ഇൻഡ് ബി മഞ്ഞ് ചെയ്തു, 2 നമ്പർ ആഡ് ചെയ്യാനായിട്ടുള്ളത്. ഇനി 3 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നിങ്ങൾ സിയിൽ എഴുതേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ വേറെ ഫംഗ്ഷൻ ചിലപ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ ആഡ് 3 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ട് ഇൻഡ് എ, ഇൻഡ് ബി, ഇൻഡ് സി എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വരും. അതുപോലെ 4 നമ്പേഴ്സിന്റെ സം ഫൈൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതുപോലെ സിയിലാണെങ്കിൽ വേറെ ഫംഗ്ഷൻ എഴുതും, വേറെ ഫംഗ്ഷന്റെ എഴുതിയിട്ട് 4 ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് വീണ്ടും ഫംഗ്ഷൻ എഴുതണം. ഈ ആർഗ്യുമെന്റ്സ് വേരി ചെയ്യണ അനുസരിച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. സിയിലാണെങ്കിൽ ജാവയിലാണ്. പക്ഷെ ജാവയിൽ വേരിയബിൾ ആർഗ്യുമെന്റ് എന്നുള്ള ഫീച്ചർ ഉള്ളത് കൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സിൻറ്റാക്സ് കാണാപ്പാടം പഠിച്ചിരിക്കും. ടോപ്പിക് മനസ്സിലായിരുന്നോ? മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു, റിപ്പീറ്റ് എന്തെങ്കിലും ഡൗട്ട് റിപ്പീറ്റ് ചെയ്യാം. പഠിപ്പിച്ചു പോകുമ്പോൾ നിങ്ങളെ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന സിൻറ്റാക്സ് എവിടെയെങ്കിലും സൈഡിൽ നോട്ട് വെച്ചേക്കുക. അങ്ങനെ പ്രിന്റഡ് നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോ എനിക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ എയിം. പിന്നെ ബേസിക് പഠിച്ചായിട്ട് സ്വന്തമായിട്ട് പഠിച്ചാൽ അവിടെ കുറെ അഡ്വാൻസ് ഫീച്ചേഴ്സ് സ്വന്തമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ബേസിക്സ് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മാർക്ക് കിട്ടാനുള്ള കാര്യം എന്താണെന്നുള്ളത് വാലുവേറ്റ് ആണ് ആള് മാർക്ക് കിട്ടാനായിട്ട് ഈ ക്വസ്റ്റ്യൻ വാലിഡേറ്റ് ആണ് ചെക്ക് ചെയ്യണത്.
ഈ സിന്റാക്സ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം മെയിൻ ആയിട്ട് നോക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ കൂടെ വേറെ പ്രോഗ്രാമിന്റെ എക്സ്പ്ലനേഷൻ കൂടുതലുണ്ടാവും. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ പോയിന്റ് ചെയ്താൽ ബാക്കി കുറെ കാര്യങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് പോകും. പിന്നെ ബുക്കിൽ നോട്ട്ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടാണ് വേരിയബിൾ എഴുതിയിട്ട് ജസ്റ്റ് അങ്ങ് എഴുതിച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് എല്ലാ പോയിന്റും വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ നോട്ടിൽ ഇത് എഴുതി വെച്ചേക്കാം. അതുപോലെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത്. അത് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ തന്നെ നോട്ടിൽ നിന്ന് വായിച്ചാലും ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. കാരണം നോട്ടിലുള്ളതും ടെക്സ്റ്റ് ബുക്കിലുള്ളതും ജാവയുടെ കുറച്ചും കൂടി ബേസിക്സ് അറിയാവുന്നതായിരിക്കും. വായിച്ചു പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള മെറ്റീരിയൽ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ എഴുതിയ എക്സാമ്പിളിലെ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അവര് സാമ്പിൾ ആയിട്ടാണ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ സൈസ് ഇത്തിരി കൂടുതലായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ അയച്ച നോട്ടിൽ പ്രോഗ്രാം ഇങ്ങനെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ ജാവയുടെ ബേസിക്സ് അറിയാവുന്ന പുള്ളിക്കാണെങ്കിൽ വായിച്ചു നോക്കിയാൽ ഇത് ജസ്റ്റ് ഒന്നുമില്ലെന്ന് മനസ്സിലാവും. ജാവ പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡന്റിന് ഈ വലിയ കോഡ് കാണുമ്പോൾ പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോകും ചിലപ്പോൾ. ഇൻഹെറിറ്റൻസ് എന്നുള്ള ടോപ്പിക് പഠിക്കാൻ തന്നെ തോന്നില്ല. നിങ്ങൾ എക്സാമിന് ഇൻഹെറിറ്റൻസ് എന്നുള്ള ടോപ്പിക്ക് വന്നെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിരിക്കുക. ഇൻഹെറിറ്റൻസ് എന്നുള്ള ടോപ്പിക്ക് ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. 3 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് എത്രയായിട്ട് ചോദിക്കുള്ളൂ. പിന്നെ ജാവയുടെ അഡ്വാൻറ്റേജസ് പഠിപ്പിച്ചപ്പോ ജാവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് പഠിച്ചിട്ടുണ്ടാവും. ജാവയുടെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ജാവയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ്. മെഷീൻ ഡിപെൻഡന്റ് അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാവ. ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ജാവയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചറാണ്. ഇൻഹെറിറ്റൻസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഫീച്ചറാണ്. ഇതൊക്കെ ജാവയുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ജാവയുടെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചർ ആണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. അപ്പൊ ഈ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഇൻഹെറിറ്റൻസ് കൊണ്ട് ഒരു പ്രോഗ്രാമർക്ക് ഉണ്ടാവുന്ന യൂസ് ആണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. അതെന്ന് വെച്ചാൽ കോഡ് റീയൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് എഴുതുന്നെങ്കിൽ കോഡ് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫീച്ചർ കൊണ്ട് ഒരു പ്രോഗ്രാമർക്ക് തന്നെ ഗുണം അല്ലെങ്കിൽ പ്രോഗ്രാമുള്ള ഒരു അഡ്വാൻറ്റേജ്. ഫസ്റ്റ് രണ്ട് ടോപ്പിക് എഴുതുക. അതായത് ഇപ്പൊ ഈ കോഡ് റീയൂസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പോയിന്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്റെ ഇങ്ങനെ വിചാരിക്കാം, ഞാനൊരു പ്രോഗ്രാം എഴുതി റെക്കോർഡ് സൗണ്ട് എന്നുള്ളൊരു കോഡ് എഴുതി പ്രോഗ്രാം എഴുതി വിചാരിക്കാം. ഇന്നത്തെ കുറെ എന്തൊക്കെ കോഡൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും, പബ്ലിക്
കോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു സൗണ്ട് എന്നുള്ളൊരു ക്ലാസ് എഴുതി, ഒരു പ്രോഗ്രാം എഴുതി. അതിന്റെ റെക്കോർഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പബ്ലിക് എന്നൊക്കെ കാണുന്നത് പിന്നീട് ഇട്ടിട്ട് വരുന്നുണ്ട്. കണക്ഷൻ ഇട്ടുള്ള വരെ പഠിപ്പിക്കാം. വോയിഡ് റെക്കോർഡ് എന്നുള്ള ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ചെയ്തൊക്കെ വെച്ചാൽ ഇങ്ങനെയായിരിക്കും. സൗണ്ട് മൈക്കിൽ നിന്നുള്ള ഓഡിയോ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള കോഡാണെന്ന് വിചാരിക്കാം. ഞാൻ ഇതിന്റെ കോഡ് ചില കോഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിക്കാം. അതിന്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. ഞാൻ വേറൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് വേറൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൽ എനിക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ കോഡ് ഞാൻ ഇത് സേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവും. സൗണ്ട് ഡോട്ട് ജാവ എന്ന് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ഡോട്ട് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. കണ്ടുപോകുന്നുണ്ട്. എന്റെ മെഷീനിൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഈ സൗണ്ട് ഡോട്ട് ക്ലാസ് എന്നുള്ള ഫയല് കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ സൗണ്ട് ഡോട്ട് ക്ലാസ് ആണ്. എന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രണ്ട്സിന് അവരുടെ മെഷീനിൽ നിന്ന് റൺ ചെയ്യാൻ പറ്റുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സൗണ്ട് ഡോട്ട് ക്ലാസ് എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്ട് ടീമിലുള്ള വേറൊരു ഫ്രണ്ടിന് അല്ലെങ്കിൽ പൊട്ടുള്ളതായിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അവർക്ക് ഈ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതിന് ജാവയുടെ ഒരു ഫീച്ചർ ഉണ്ട്. അതിനാണ് ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വേറൊരു ഫ്രണ്ട് കോഡ് എഴുതുമ്പോൾ P1 എന്നുള്ള പ്രോഗ്രാം എഴുതുന്നു. ആ P1 എന്നുള്ള പ്രോഗ്രാമിൽ ഈ ഞാൻ അയച്ചു കൊടുത്ത സൗണ്ട് ഡോട്ട് ക്ലാസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ചെയ്യുന്നത് ഒരു വീഡിയോ ഗെയിമായിട്ട് ഡെവലപ്പ് ചെയ്യണത് അങ്ങനെയായിരിക്കാം. ഒരു വീഡിയോ ഗെയിം എന്നുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഒരു വീഡിയോ ഗെയിം ആകുമ്പോൾ എന്തായാലും മൈക്കും സൗണ്ടൊക്കെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് ക്യാപ്ചർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് അവരൊന്നാമത് വീണ്ടും കോഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൂടെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാം. സിന്റാക്സ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് അവരുടെ ക്ലാസ് ആണ്. അവരുണ്ടാക്കുന്ന പ്രോഗ്രാം അവരുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഞാൻ എഴുതിയ റെക്കോർഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട എക്സ്റ്റൻസ് എന്റെ ക്ലാസ്സിലുണ്ടായി. ഈ ഒരു എക്സ്റ്റൻസ് എന്നുള്ള വേർഡ് ശരിക്കും പറഞ്ഞത് പഠിക്കേണ്ടതായിട്ട് കാര്യമുള്ളൂ. ചിലപ്പോൾ ഈ ക്ലാസ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ സെക്കൻഡ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സില് വേറെ ക്ലാസ്സില് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വേരിയബിൾ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് എടുക്കണം. അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. ആ ഇൻഹെറിറ്റ് ചെയ്യുന്നതിന്റെ സിന്റാക്സ് മാത്രം പഠിച്ചിരിക്കും. സിന്റാക്സ് എന്ന് ഒന്നുമില്ല, ജസ്റ്റ് എക്സ്റ്റൻസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുള്ള പോയിന്റ് മാത്രം പഠിച്ചിരുന്നാൽ ശരിക്കും ഈ പറഞ്ഞ 5 മാർക്സ് സുഖമായിട്ട് കാണാവുന്നതാണ്. ഇതിന്റെ 5 മാർക്ക് ചോദിക്കുമ്പോഴും നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ടി വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റൻസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് പഠിക്കാം. വേറെ ബേസ് ക്ലാസ്സിലെ കോഡ് പുതിയ ക്ലാസ്സിൽ യൂസ് ചെയ്യാനായിട്ട് ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത് പഠിക്കുക. വേറെ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഈ പബ്ലിക്കും പ്രൈവറ്റ് ഒക്കെ പഠിപ്പിക്കുക. പ്രൈവറ്റ് ചിലപ്പോൾ പോയിട്ട് വേറെ ഫംഗ്ഷൻ തന്നെയായിരിക്കും. കംപ്രസ്സുള്ള ഫംഗ്ഷൻ ഉണ്ട്. സൗണ്ട് എന്തെങ്കിലും സൈസ് റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കോഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിരിക്കാം. അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ, അതായത് നമ്മൾ വേറെ ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ എക്സ്റ്റൻസ് വെച്ച് ചെയ്യുമ്പോൾ ഈ ബേസ് ക്ലാസ്സിൽ, അതായത് സൗണ്ട് എന്നുള്ള ക്ലാസ്സിൽ പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പ്രൈവറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പോയിന്റ്സ് പിന്നീട് പഠിപ്പിച്ചു തരാം. തൽക്കാലം ഇൻഹെറിറ്റൻസ് ചെയ്യണം സിന്റാക്സ് പഠിച്ചിരിക്കണം.
നമ്മൾ എഴുതി കൂടെ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ യൂസ് ചെയ്യാനായിരിക്കും. കാരണം ചില കോഡ് റിപ്പീറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ആവശ്യം വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കോഡ് മുഴുവൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ക്ലാസ്സിലോട്ട് മാറ്റുക. ആവശ്യം വേണ്ട സിറ്റുവേഷനിൽ ഡിറൈവ് എടുക്കുക, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുക, ഇൻസ്റ്റൻസ് വെച്ചിട്ട് ഇൻഹെറിറ്റ് ചെയ്യുക. അങ്ങനെ ക്ലാസ്, ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്. ഒരു വെഹിക്കിളില് ഒരു വീഡിയോ ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ വെഹിക്കിളിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെഹിക്കിൾ ക്ലാസ് ചെയ്യുന്നു. നമ്മൾ പിന്നെ ശരിക്കും ഒരു വീഡിയോ ഗെയിം കോഡ് ചെയ്യുന്നത് ചിലപ്പോൾ കാർ ഉണ്ടാവും. കാറും വെഹിക്കിൾ തന്നെയാണ്, പക്ഷെ സാധാരണ വെഹിക്കിളിന് അഡീഷണൽ ആയിട്ട് വേറെന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പൊ വെഹിക്കിളിൽ ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് വെഹിക്കിളിന്റെ ക്ലാസ്സിലുണ്ട്, നമ്മൾ ഡിറൈവ് കിട്ടി. പിന്നെ അഡീഷണൽ ആയിട്ട് വരേണ്ട കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ വീഡിയോ ഗെയിമിൽ അടുത്ത വെഹിക്കിൾ ബൈക്ക് ഉണ്ടാവും. ബൈക്ക് എടുക്കുക, കോഡ് എഴുതുക, വെഹിക്കിൾ ഡിറൈവ് ചെയ്യാം. ബൈക്കും വെഹിക്കിൾ തന്നെയാണ്, അതില്ല കോമൺ ആയിട്ടുള്ള കോഡെല്ലാം നമ്മുടെ ഇതിലോട്ട് വന്ന് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് ബൈക്കിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇതിനുള്ളിൽ ചെയ്തു. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കോഡ് സാധനം സെപ്പറേറ്റ് ക്ലാസ്സിലോട്ട് മാറ്റുക. മെയിനായിട്ടുള്ള അഡ്വാൻസ് കോഡ് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കോഡ് ഡെവലപ്പ് ചെയ്ത കോഡ്, പട്ടിക പ്രൊജക്റ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത കോഡ് വേറെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ വേറെ പ്രോജക്റ്റിലൊക്കെ ആവശ്യം വരും. അങ്ങനത്തെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള, വീണ്ടും റീയൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള കോഡ് ഒരു സെപ്പറേറ്റ് ക്ലാസ്സിലാക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആവശ്യം വരുമ്പോൾ ഏത് പ്രോജക്റ്റാണ് ആവശ്യം വരുന്നത് ആ പ്രോജക്റ്റിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമിന്റെ ക്ലാസ് ഫയൽ കോപ്പി ചെയ്തിട്ടിട്ട് എക്സ്റ്റൻസ് ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള ബിൽറ്റ് ഫംഗ്ഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അങ്ങനെ ആ ക്ലാസ്സിലെ ഫംഗ്ഷൻസ് വേരിയബിൾസ് യൂസ് ചെയ്യാം. ഇത് നോട്ട് എടുത്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊക്കെ എനിക്കൊരു വർക്ക് ചെയ്യണ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം വരെ കൊടുക്കണം. കോഡ് കുറെ കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി പഠിക്കാം. വലിയ ടോപ്പിക്കാണെങ്കിൽ പഠിക്കില്ല. എക്സാമിന് ഇത്രയും കാര്യം വന്നാൽ മതി. മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എക്സ്റ്റൻസ് എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും. നോട്ട് അയച്ചു തരാം. നോട്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആ നോട്ടിലുണ്ടാവും. അതുകൂടാതെ വേറെ കുറെ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ഇത് നോട്ട് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ആ നോട്ടിൽ പോയി റെഫർ ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ് എന്താണ്, എക്സ്റ്റൻസ് എന്നുള്ള കീവേഡ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
നോട്ട് എടുത്തോട്ട് ഈ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. ലാസ്റ്റ് നോട്ട് എഴുതിയെടുത്തോളൂ. ഞാൻ കമന്റിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം വിൻഡോസ് മെഷീനിൽ ജാവ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിൻഡോസ് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്പൈലർ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ഞാൻ ഡൗൺലോഡ് വെച്ച് എന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ ഗൂഗിൾ ഡ്രൈവില്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്യണ ലിങ്കിൽ നിന്ന് ജാവയുടെ കമ്പൈലർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ലിങ്ക് ഇട്ടേക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഏതെങ്കിലും സ്റ്റുഡന്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഷെയർ ചെയ്തേക്കണേ എഡിറ്റ് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ ലിങ്ക് ഒന്ന് നോട്ട് എടുത്തേക്കുക. എല്ലാവരും വിൻഡോസ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ലാബിലൊക്കെ ആവശ്യമെന്നാണ്. അവിടെ ലാബൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് മെഷീനിൽ ചെയ്യാൻ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ശരി, താങ്ക് യു. അടുത്ത ക്ലാസ്. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.